കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ശ്രീജിത്ത് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത് അവിടെയുള്ള പ്രദേശവാസിയാണ്, അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലെ ജീവനക്കാരൻ കൂടിയാണ്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? അത് പുതിയ വീടിന്റെ പണി നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള വീടുണ്ട്. അതിന്റെ മതില് ഇടിഞ്ഞിട്ട് ഈ പണിയെടുക്കുന്ന പുതിയ വീടിന്റെ പണിയെടുക്കുന്ന അവരുടെ മേലേക്ക് വീണതാണ്. നമ്മുടെ അതിഥി തൊഴിലാളിയാണോ? അതിഥി തൊഴിലാളിയാണ്. കൂടെ മലയാളി ഉണ്ടായിരുന്നു. മലയാളിക്ക് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിഥി തൊഴിലാളിനെയാണ് ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഫയർഫോഴ്സ് വന്ന് എടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല കാര്യമായിട്ട് പരിക്കുണ്ടോ? ലേശം പരിക്കുണ്ട്. ഉണ്ട്. അതെ. മെഡിക്കൽ കോളേജിലേക്കാണോ കൊണ്ടുപോയത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ പുതിയ വീടിന്റെ പണി നടക്കുമ്പോൾ ഈ പഴയ വീടിന്റെ മതില് അത് എങ്ങനെയാ വീണത്? അതായത് ഈ മതില് പുതിയ വീടിന് മതില് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു മതിലുണ്ട്, പഴയ മറ്റൊരു വീടിന്റെ. ആ മതില് ഇവര് നേരത്തെ ഈ കളയെടുത്തിട്ടാണ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ആ മതിലാണ് ഇടിഞ്ഞിട്ട് ഇവരെ മേലേക്ക് വീണുള്ളത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തിയോ? ഫയർഫോഴ്സ് എത്തി. നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അയാൾ കൈ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് നല്ല കനമുള്ള മതിലുമായിരുന്നു. അപ്പൊ പിന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടാണ് അയാൾ രക്ഷപ്പെടുന്നത്. ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വന്നു അല്ലേ? അതെ അതെ. ആശുപത്രിയിലേക്ക് എത്താറുള്ള സമയമായോ? ഇപ്പോഴെത്തിണ്ടാവും. മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടാവും. മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? ഒരു 10-20 മിനിറ്റ് ആയി ഇവിടുന്ന് കൊണ്ടുപോയിട്ട്. വേറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നോ? വേറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർക്ക് കാര്യമായിട്ട് പരിക്കൊന്നുമില്ല. കൂടെ ഒരു തൊഴിലാളി മലയാളിയായിരുന്നു. അവന് വലിയ പരിക്കൊന്നുമില്ല. അവനെയും കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. ശരി 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 ശ്രീജിത്ത്. കൂടുതൽ വിവരങ്ങൾ നമ്മളിപ്പം മനസ്സിലാക്കുകയാണ്. അതായത് ഒരു പുതിയ വീടിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുകയായിരുന്നു. ആ വീടിന്റെ സംരക്ഷണ ഭിത്തി മതിൽ കെട്ടുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള വലിയ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ ഈ മതിൽ ഇടിഞ്ഞു വീണത് ഈ പുതിയ വീടിന്റെ മതിൽ നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക് മുകളിലേക്കാണ്. അതിഥി തൊഴിലാളിക്ക് ആണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. കൈ കുടുങ്ങി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാർക്ക് പെട്ടെന്ന് നല്ല ഭാരമുള്ള, നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഭാരമുള്ള സിമെന്റ് പാളികളാണ്. അപ്പോൾ അത് ഉയർത്താൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് എത്തിയിട്ടാണ് രക്ഷപ്പെടുത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 10-20 മിനിറ്റായി കൊണ്ടുപോയിട്ട്. അപ്പോൾ ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിച്ചു കാണാം. കൈക്ക് സാരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മലയാളികളായ തൊഴിലാളികളും ഉണ്ടായിരുന്നു. അവർക്ക് സാരമുള്ള പരിക്കുകളില്ല. പക്ഷേ ഈ അതിഥി തൊഴിലാളിയുടെ പരിക്ക് അല്പം സാരമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാഹുൽ KV നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ഈ പരിക്കിനെ കുറിച്ചാണ് ഇനി ആശങ്കയുള്ളത്. സാരമുള്ള പരിക്കാണ് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. തന്നെ ഈ കല്ലും അതുപോലെ സിമെന്റിന്റെ പ്രശ്നങ്ങളുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണത് എന്നുള്ളത് കൊണ്ട് തന്നെ സാരമുള്ള പരിക്കാണ് എന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഒപ്പം തന്നെ കുറച്ചധികം സമയം ഇതിനടിയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. കൈയാണ് പുറത്തേക്കായി ഉണ്ടായിരുന്നത്. നാട്ടുകാർ ഇപ്പൊ രക്ഷപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ കല്ലും ഒക്കെ തന്നെ നീക്കി പുറത്തെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഫയർഫോഴ്സിനെ അറിയിച്ച് അവരൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം അദ്ദേഹത്തിന് ആരോഗ്യനിലയിൽ സാരമായി തന്നെ പരിക്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് ഡോക്ടർമാർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. മറ്റു തൊഴിലാളികളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഇതിനടിയിൽ കുടുങ്ങിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടായില്ല എന്നതുകൊണ്ട് അങ്ങനെ സാരമായ ഗുരുതരമായ പരിക്കുണ്ടെന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. ഏതായാലും ഈ വീടിനോട് ചേർന്ന് അപകടമുണ്ടായത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് വീടിനോട് ചേർന്ന് പുതിയൊരു മതിലിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് നടന്നു വന്നിരുന്നത്. അതിനോട് രാവിലെ തന്നെ തൊഴിലാളികളെത്തി ജോലി ആരംഭിച്ചതാണ്. ആ സമയത്ത് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഈ പഴയ മതില് ഒരു അത്യാവശ്യം ഉയരമുള്ള മതിലാണ്. അതിന്റെ ഒരു ഭാഗമാണ് തൊഴിലാളിയുടെ ദേഹത്തേക്ക് അടർന്ന് വീണത്. കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, അതുകൊണ്ട് തന്നെ വലിയ ഭാരമുള്ള കല്ലുകളൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭിത്തിയാണ്. ഇതിനടിയിൽ പെട്ടുപോവുകയാണ് തൊഴിലാളി, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇദ്ദേഹം ചെയ്തിരുന്നത്. എന്തായാലും പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സാരമായി തന്നെ പരിക്കുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും നാട്ടുകാരോട് ചോദിക്കുന്ന സമയത്തും ലഭിക്കുന്ന വിവരം. ശരി, KV രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.